എല്ലാവർക്കും നമസ്കാരം. വെള്ള കാന്താരി കൊണ്ട് മുളക് കൊണ്ടാട്ടം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ സാധാരണ മാർക്കറ്റിൽ നിന്ന് മുളക് കൊണ്ടാട്ടം വാങ്ങിക്കാറുണ്ടല്ലോ, അതിന് മിക്കവാറും എരിവ് ഭയങ്കര കൂടുതലായിരിക്കും. പക്ഷേ ഈ വെള്ള കാന്താരിയുടെ പ്രത്യേകത ഉണ്ടല്ലോ, ഇതിന് ഇത്തിരി എരിവ് കുറവാണ്. പിന്നെ കറികളിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് കടിച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റും കൂടെയാണ്. പിന്നെ ഇതുണ്ടാകുന്ന സമയത്ത് ധാരാളം ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ നമുക്ക് വെറുതെ കളയണ്ടല്ലോ, ഇങ്ങനെ കൊണ്ടാട്ടം ഉണ്ടാക്കി നോക്കാം. ഇനി ഈ കൊണ്ടാട്ടം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് ഞാൻ ചെടിയിൽ നിന്നും അധികം മൂക്കാത്ത മുളക് പറിച്ചിട്ട് കഴുകി വെച്ചതാണ്. ഈ മുളക് ഇതുപോലെ ഒന്ന് കത്തി കൊണ്ട് ചെറുതായിട്ടൊന്ന് പിളർത്തി വെക്കണം. എന്നിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് തീ കത്തിച്ച് കല്ലുപ്പിട്ട് ഈ മുളകും കൂടിയിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു മൂടി വെച്ചിട്ട് അത് അടച്ച് വെക്കണം. അങ്ങനെ തന്നെ കുറച്ച് സമയം അത് ഇരിക്കട്ടെ. അപ്പോൾ ചൂടാറിയതിന് ശേഷം ഇതൊരു കുപ്പിയിലേക്ക് മാറ്റി വെച്ചേക്കാം. ഇനി ഒരാഴ്ചയൊക്കെ ഇതിനകത്തിരുന്നെന്ന് വെച്ച് ഒരു കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയതിന് പിറ്റേ ദിവസം വെയിലില്ലെങ്കിൽ ആ കുപ്പിക്കകത്ത് തന്നെ ഇരുന്നോട്ടെ. പിന്നെ ഇടയ്ക്ക് പക്ഷേ ഈ കുപ്പിയിൽ മുകൾ ഭാഗത്തൊരു പൂപ്പൽ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഉപ്പ് കുറവായതുകൊണ്ടാണ് ഇങ്ങനെ ഈ പൂപ്പൽ വരുന്നത്. അപ്പം നമ്മൾ എന്നാ വെച്ചാൽ പൂപ്പൽ മാറ്റി എടുത്ത് കളഞ്ഞിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നന്നാക്കി ഇളക്കി വെച്ചാൽ മതി. പിറ്റേ ദിവസം നല്ല വെയിലുണ്ടെങ്കിൽ ഇതുപോലൊരു പ്ലേറ്റിലാക്കി വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കുക. 2-3 ദിവസം കൊണ്ട് മുളക് നന്നായിട്ട് ഉണങ്ങി കിട്ടും. ഈ ഉണങ്ങിയ മുളക് ഇതുപോലെ കുപ്പിയിലാക്കി എത്ര മാസം വേണേലും നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം. ഇത് പിന്നെ ഇങ്ങനെ തന്നെയും വറുക്കാവേ. പക്ഷേ ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഈ ഉണങ്ങിയ മുളക് കൊണ്ട് അരിപ്പൊടി ഇട്ടിട്ട് ഉണ്ടാക്കാൻ പറ്റിയ രുചികരമായ വേറൊരു ടൈപ്പ് കൊണ്ടാട്ടമാണ്. അതിന് ഈ ഉണങ്ങിയ കുറച്ച് മുളക് ഈ ഒരു പാത്രത്തിലേക്ക് എടുക്കാം. എന്നിട്ട് ഇപ്പം ഉണങ്ങിയല്ലേ ഇരിക്കുന്നത്, കുറച്ച് വെള്ളം ചേർത്തിട്ട് നനച്ച് വെക്കണം. ഉപ്പ് പോരാന്ന് തോന്നുവാണെങ്കിൽ ലേശം ഉപ്പും കൂടെ ചേർക്കണം. പിന്നെ ഒരു 1/4 സ്പൂണ് കായപ്പൊടി, പിന്നെ നമ്മുടെ ആവശ്യാനുസരണം അരിപ്പൊടി നന്നായിട്ട് ചേർത്ത് പിടിപ്പിക്കണം അതിനകത്ത് നന്നായിട്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം ഈ അരിപ്പൊടി ചേർത്ത് വെച്ച മുളക് ഇതിലേക്കിടുക. പെട്ടെന്ന് തന്നെ ഇത് വറുത്ത് കിട്ടുവേ, കറുമുറാന്ന് മൊരിഞ്ഞും കിട്ടും. എണ്ണ മുഴുവനും വാർത്ത് കളഞ്ഞ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനിന്ന് തൈര് സാദാ ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ കൂടെ പറ്റിയൊരു കോമ്പിനേഷനായി മുളക് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ വറുത്ത മുളക് ഒരു 3 മാസമെങ്കിലും നല്ല ടൈറ്റ് ആക്കിയിട്ട് അടയ്ക്കാൻ പറ്റിയ കുപ്പിലാക്കി നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം. നമ്മുടെ മക്കളൊക്കെ ദൂരെ നാട്ടിലൊക്കെ ജോലിക്ക് പോകുമ്പോൾ അവർക്ക് ഇങ്ങനെ വറുത്തൊക്കെ കൊടുത്ത് വിടാം. നമുക്ക് അവർക്ക് വല്ലപ്പോഴും ചോറോ കഞ്ഞിയോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി മുളക് ധാരാളം ഉണ്ടാകുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കാൻ മറക്കല്ലേ.